ശ്രീ ആദി കേശവൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ ആദി കേശവൻ, കഴിഞ്ഞ സെൻട്രൽ ബജറ്റ് ദിനത്തിൽ അങ്ങ് വളരെ ലളിതമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താണ്. പല ആളുകളും അന്ന് മാതൃഭൂമി ന്യൂസിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്താണ്. താങ്കൾ വളരെ ലളിതമായ കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന ബജറ്റിനെ പൊതുവിൽ എങ്ങനെ, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ താങ്കൾ എങ്ങനെയാണ് പൊതുവിൽ കാണുന്നത്? ഇപ്പോൾ എല്ലാ വകുപ്പുകൾക്കും സർക്കാർ പ്രോജക്റ്റുകൾക്ക്, സർക്കാർ പദ്ധതികൾക്ക് അലോക്കേഷൻ പതിവുള്ളതാണ്. അതിപ്പോൾ ബജറ്റിൽ അനൗൺസ് ചെയ്താലും ഇല്ലെങ്കിലും ആ അലോക്കേഷൻ ഉണ്ടാവും. ബജറ്റിന്റെ സപ്ലിമെന്ററി ഡോക്യുമെന്റ്സിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹം എല്ലാ മേഖലയും തൊടുന്നു എന്ന നിലയിലാണ് കടന്നുപോയത്. അങ്ങയിൽ നിന്ന് അറിയേണ്ട ആദ്യത്തെ ഒരു നിരീക്ഷണം എന്നത് ബജറ്റിന്റെ ആദ്യ വാചകത്തിൽ നിന്നാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു, നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം അതിജീവിച്ച് ഇനി ഒരു ടേക്ക് ഓഫിന്റെ സമയമായി എന്ന് പറയുന്നു. ആത്മവിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണോ? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത് സംസ്ഥാനം കേന്ദ്രവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധനക്കമ്മിയുടെ ഒരു അധിക 0.5% കടമെടുക്കാനായിട്ടുള്ള അനുവാദം തരണം, അല്ലെങ്കിൽ കിഫ്ബി, കേരള സോഷ്യൽ വെൽഫെയർ പെൻഷൻ ബോർഡ് എന്നിവയുടെ കടത്തിൻ്റെ തോത് ഇതിൽ ഉൾപ്പെടുത്താതെ നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം എന്നുള്ള ഒരു സംവാദം അല്ലെങ്കിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്കഷൻ ഫലവത്തായില്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട്, കാരണം അതിൽ വലിയ പുരോഗതിയൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്രവുമായിട്ടുള്ള ആ ഒരു തർക്കം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ മുമ്പെയാണ്. പക്ഷെ ഞാൻ ഈ ബഡ്ജറ്റ് സ്പീച്ച് മാത്രമേ നമ്മളുടെ ഇപ്പോൾ വായിച്ചു കേട്ടുള്ളൂ, അതിൻ്റെ കോപ്പി മാത്രമേ സൈറ്റിലുമുള്ളൂ. ബാക്കിയുള്ള ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ഈ പ്ലാൻ ബി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് വിഭവസമാഹരണത്തിന് വേണ്ടി പുതിയ എന്തെങ്കിലും മാർഗങ്ങളോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യക്തതയോ പുതിയ ഒരു നവസമീപനം, ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും പുതിയ ഒരു അടവ് അല്ലെങ്കിൽ പുതിയ തന്ത്രം ഇതൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതും നമ്മൾ കാണുന്ന ബഡ്ജറ്റ് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിശദ രൂപം ഇതിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഉദ്ദേശശുദ്ധിയുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വികസന പദ്ധതികളും എടുത്തു പറഞ്ഞു. അതിനുള്ള അലക്കേഷൻ ഒരു ലോങ് ലിസ്റ്റ് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സ്വീകാര്യം അല്ലെങ്കിൽ നല്ലത് എന്ന് വെച്ചുകൊണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട NH-66 കാര്യത്തിലുള്ള ഒരു ഉറപ്പ്, അതായത് എന്തായാലും ഡിസംബറോടുകൂടി, ഈ കലണ്ടർ ഇയർ 2025 ഡിസംബറോടുകൂടി NH-66 ഓപ്പറേഷനിലാകും എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ്. അതുമൂലം കേരളത്തിലെ കച്ചവട അല്ലെങ്കിൽ ബിസിനസ് വരെ, ഗ്രോത്ത് വരെ, ആഭ്യന്തര ഉൽപ്പാദനം വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ പരിസമാപ്തിയായിരിക്കും അത്. പിന്നെ ഒരു 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പിന്നെ കണക്കുകളിലേക്ക് പോവാം. കോപ്പറേറ്റീവ് ഹൗസിംഗ്, അദ്ദേഹം പറഞ്ഞത് വിവിധ ജില്ലകളിൽ സഹകരണാടിസ്ഥാനത്തിൽ അഫോർഡബിൾ ഹൗസിംഗ് എന്നുള്ള രീതിയിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്ത് അതിനുള്ള പ്രോത്സാഹനം നൽകും. നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സർക്കാർ ശ്രമം നടത്തുന്ന വേറൊരു മേഖല നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്നുള്ളത്. അതായത് ശരിക്കും ബാക്ക് ഓഫീസ്, വലിയ വൻകിട മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് ഇന്ത്യയിൽ ഈ വേജസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റ് കുറവായതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ഇവിടെയൊക്കെ GCCs വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കേരളവും നടത്തും. കാരണം നമ്മുടെ ജനസാന്ദ്രതയൊക്കെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. അതുപോലെ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ, ഇതിനു മുമ്പേ ഞാൻ കേട്ടു കൊല്ലത്തിന് കുറേ അമിത പ്രാധാന്യം കിട്ടിയെന്നൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ എന്നാലും ആ ഒരു ഐഡിയ എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസനം എന്നുള്ള കാര്യം. മെട്രോയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് 2 നഗരത്തിലും മെട്രോയ്ക്കുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ നടപടിക്രമങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഷിപ്പ് യാർഡ് ഇൻ സൗത്ത് കേരള, അതായത് കപ്പൽ നിർമ്മാണശാല
എത്രത്തോളം പ്രായോഗികമായി ഈവൻ അടുത്ത സാമ്പത്തിക വർഷത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. പക്ഷെ എന്നാലും ഒരു ഐഡിയ എന്നുള്ള നിലയ്ക്ക് നല്ലതാണ്. പിന്നെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, മുനിസിപ്പൽ ബോണ്ട്സ്, അതായത് കേരളത്തിലെ 6 കോർപ്പറേഷനും ഏകദേശം 90 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, നമ്മുടെ പ്രധാനപ്പെട്ട 6 കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ 6 സിറ്റി കോർപ്പറേഷൻസും മുനിസിപ്പാലിറ്റീസും ഉണ്ടല്ലോ. അപ്പോൾ അവയ്ക്ക് സ്വമേധയാ അല്ലെങ്കിൽ അവരുടെ തന്നെ ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എസ്ക്രോ മെക്കാനിസം വല്ലതും വെച്ചുകൊണ്ട് മുനിസിപ്പൽ ബോണ്ട്സ് വഴി ഇത് പ്രസംഗത്തിൽ പറഞ്ഞതാണ്, 1000 കോടി രൂപ സമാഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ഏത് വർഷമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ബഡ്ജറ്റിലെ അലൊക്കേഷൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് കാര്യമായിട്ടുള്ള ഒരു ഈ ബഡ്ജറ്റിൻ്റെ തത്വശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മേ ബി നമുക്ക് പേപ്പർ വരുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആസ് ഓഫ് നൗ, ഇപ്പോൾ നമ്മൾ പ്രസംഗം കേട്ട ആ നിമിഷത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടിയിരുന്നു. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷത്തെ അലൊക്കേഷൻ 1132 കോടിയായിരുന്നു. എത്ര ചിലവായി എന്നുള്ളതൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ കണക്ക് എനിക്ക് അറിയില്ല. പക്ഷേ ഈ വർഷത്തെ നീക്കിയിരിപ്പ് 1162 കോടിയേ ഉള്ളൂ. 30 കോടി എന്ന് പറയുന്നത് നാമമാത്രമായ ഒരു ഇൻക്രീസാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതി, അതിന് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പ് 680. ഈ വർഷം, അതായത് ഇനി 25-26 വേണ്ടിയിട്ടുള്ള ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലെ നീക്കിയിരിപ്പ് 700 കോടി മാത്രം. കുടുംബശ്രീ വളരെ പ്രധാനപ്പെട്ട ഈ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ കേരളം അതിന് മാതൃകയാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് 265 കോടി കഴിഞ്ഞ വർഷം, ഈ വർഷം 270 കോടി. അപ്പോൾ ഈ മാതിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പിൽ കാതലായ അല്ലെങ്കിൽ വലിയ ഒരു വർധനവ് ഞാനിപ്പോൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നില്ല. പിന്നെ തുടരണം. ചില കാര്യങ്ങളിൽ നീക്കിയിരിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കോടി രൂപയുടെ കണക്കിൽ എന്ന് ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പ്ലാൻ അത് കുറച്ചുകൊണ്ട് വരികയാണ് എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു.